ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒരിക്കലും വാങ്ങരുത് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? സ്വയം ട്രോളി കൊണ്ട് പരസ്യങ്ങൾ ഇറക്കി വൻ ലാഭം നേടിയെടുത്ത ചില വമ്പൻ ബ്രാൻഡുകളെ പറ്റി കേൾക്കാം. നമ്പർ 3 BMW. ഇവർ ഒരിക്കലും പരസ്യം കൊടുത്തു, ഞങ്ങളുടെ കാർ ഭയങ്കര സ്പീഡാണ്, ഒട്ടും കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി എല്ലാവർക്കും പറ്റിയതല്ല, അല്ലെങ്കിൽ ദിസ് കാർ ഇസ് നോട്ട് ഫോർ എവ്രി വൺ. ഇതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറെ പേരുടെ ഈഗോ ഹേർട്ടായി. കുറെ അധികം പേര് ചിന്തിച്ചത് ഞങ്ങൾക്ക് പറ്റിയ കാർ അല്ലാന്ന എന്നാ വാങ്ങിയിട്ട് തന്നെ കാര്യം. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സെയിൽസിലുണ്ടായ വർധനവാണ്. നമ്പർ 2 ഡോമിനോസ് പിസ്സ. 2009 ഡോമിനോസ് പിസ്സയ്ക്ക് വൻ ട്രോളുകൾ കിട്ടിയിരുന്ന ടൈമായിരുന്നു. പിസ്സ പോരാ, കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചീത്ത വിളികളായിരുന്നു. എന്നാൽ ഡോമിനോസ് ഇത് മറികടക്കാനായിട്ട് ചെയ്തത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ആ ചീത്ത വിളികളെല്ലാം ചേർത്ത് അവരൊരു പരസ്യം ഉണ്ടാക്കി. ഞങ്ങളുടെ പിസ്സയുടെ ടേസ്റ്റ് കാർഡ്ബോർഡ് പോലെയാണ്, അവർ പിസ്സ സക്സ് എന്ന് അവർ തന്നെ സംഭവിച്ചു. പക്ഷെ ഈ ആത്മാർത്ഥത ജനങ്ങൾ സ്വീകരിക്കുകയും ഡോമിനോസിന് സ്വയം നന്നാവാൻ ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. ആൻഡ് നമ്പർ 1 Volkswagen Beetle. പണ്ട് അമേരിക്കയിൽ വലിയ കാറുകൾ ട്രെൻഡ് ആയിരുന്നപ്പോൾ ഇവർ ഒരു ചെറിയ കാർ ഇറക്കി. എന്നിട്ട് കൊടുത്ത ടാഗ് ലൈൻ എന്താണെന്ന് അറിയോ? തിങ്ക് സ്മോൾ, ചെറുതായി ചിന്തിക്കുക. കാറിന്റെ പോരായ്മയെ തന്നെ അവർ പരസ്യമാക്കി മാറ്റി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി ആ കാർ മാറി. അപ്പൊ മനസ്സിലായില്ലേ, സ്വന്തം കുറ്റം സമ്മതിക്കുന്നതിലും ഒരു കച്ചവടം ഉണ്ട്. അപ്പൊ ഈ വീഡിയോ ഒട്ടും കൊള്ളില്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ട് ആരും ഇത് ഷെയർ ചെയ്യരുത് കേട്ടോ.